സുഹൃത്തുക്കളെ, നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെർക്കളയിലാണുള്ളത് കേട്ടോ. അപ്പോൾ ചെർക്കള 5 മൈൽ മുതൽ കാസർഗോഡ് ടൗൺ വരെയുള്ള പുതിയ ബസ് സ്റ്റാൻഡ് വരെ റോഡ് വർക്കിൻ്റെ അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ സുഹൃത്തുക്കളെ, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒരു ലൈക്ക് തന്ന് ഫുൾ സ്ക്രീനായി തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് അതിൻ്റേതായ ക്വാളിറ്റിയിൽ വീഡിയോ ആസ്വദിക്കാൻ കഴിയും. കേരളത്തിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റീച്ചാണ് തലപ്പാടി ചെങ്കള റീച്ച്. ഇവിടെ 75% ഇവിടെ വർക്ക് ഫിനിഷായിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ചെർക്കള മുതൽ പാളം വരെ റോഡിൻ്റെ ടാറിങ് വർക്കുകളൊക്കെ ഏകദേശം ഫിനിഷായിട്ടുണ്ട്. പാളത്തിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പാളയം മുതൽ നല്ല ബ്ലോക്കാണ് അനുഭവപ്പെടുക. ഇതുവരെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതുമുതൽ നൈമാറമുലയിൽ അണ്ടർപാസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ മണ്ണിട്ടുയർത്തുന്ന വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ്. നൈമാറമുലയിലൊക്കെ നല്ല ബ്ലോക്ക് അനുഭവപ്പെടുന്ന സ്ഥലമാണ്. നൈമാറമൂല അണ്ടർപാസിൻ്റെ കാസർഗോഡ് പോകുന്ന ഭാഗത്തും മണ്ണിട്ടുയർത്തുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
BC റോഡിലെ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അണ്ടർപാസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് ഭാഗത്തേക്ക് പോകുമ്പോൾ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയും നല്ല ബ്ലോക്ക് അനുഭവപ്പെടുന്ന സ്ഥലമാണ്. നമ്മൾ 10-ാം തീയതി ഉച്ചയ്ക്കും 11-ാം തീയതി രാവിലെയും ഷൂട്ട് ചെയ്ത വീഡിയോസാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ച് ഇരിക്കുന്നത്. നമുക്ക് മഴ കാരണം കറക്റ്റായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. വിദ്യാനഗർ അണ്ടർപാസിൻ്റെ അടുത്തുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നല്ലൊരു വലിയൊരു അണ്ടർപാസ് വരുന്നുണ്ട്. മഴ വന്ന് വെള്ളം കെട്ടിക്കിടക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. ഈ അണ്ടർപാസിൻ്റെ അടുത്ത് മണ്ണിട്ട് ഉയർത്തുന്ന ഭാഗത്തായിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന കാഴ്ചകൾ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ വിദ്യാനഗർ കഴിഞ്ഞ് ഗവൺമെൻറ് കോളേജിൻ്റെ അടുത്തുള്ള കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് കോളേജ് കഴിഞ്ഞ് കാസർഗോഡ് പോകുന്ന ഭാഗത്ത് ചെറിയൊരു കുന്നുപോലെ ഉയർന്ന് നിന്നിരുന്നൊരു സ്ഥലമായിരുന്നു. അപ്പോൾ ഇത് ഇടിച്ച് നിരപ്പാക്കി കുറച്ച് താഴ്ന്നിട്ടാണ് ഇവിടെ റോഡ് വരുന്നത്. അണങ്കൂർ അണ്ടർപാസിൻ്റെ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അണങ്കൂർ അണ്ടർപാസ് കഴിഞ്ഞ് കുറച്ച് ഭാഗങ്ങളിപ്പോൾ ഗതാഗതത്തിനായി തുറന്നു കൊടുത്തിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയും നേരത്തെ കുറച്ച് കുന്ന് പോലത്തെ പ്രദേശമായിരുന്നു. ഇത് നിരപ്പാക്കി കുറച്ച് താഴ്ന്നിട്ടാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. അണങ്കൂർ മുതൽ നുള്ളിപ്പാടി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് ടൗൺ വരെ നല്ല ബ്ലോക്ക്. ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. നുള്ളിപ്പാടി മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലത്തിൻ്റെ അപ്രോച്ച് റോഡിലേക്കുള്ള മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ചെർക്കള മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് വരെയുള്ള വർക്ക് അപ്ഡേറ്റ്സാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.
അടുത്ത പുതിയൊരു വീഡിയോ അപ്ഡേറ്റ്സുമായി കാണാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ.